നരഭോജി കടുവ ഒരു ജീവനെടുത്ത മാനന്തവാടി പഞ്ചാരക്കൊല്ലി അതീവ ജാഗ്രതയിലാണ്. നരഭോജി കടുവയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറ ട്രാപ്പുകളും മേഖലയിൽ സജ്ജമാക്കി. RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിലിനും വിപുലമായ ക്രമീകരണം വനംവകുപ്പ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ 4 ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതീവ ജാഗ്രത പുലർത്താൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടുവയെ വെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് അല്പസമയം മുമ്പ് ഇറങ്ങുകയും ചെയ്തു. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, വലിയ ജാഗ്രത ഈ മേഖലയിൽ പുലർത്തേണ്ടതുണ്ട്. കാരണം ആ കടുവയെ ഈ സംഭവത്തിന് ശേഷവും നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അതൊരു നരഭോജി കടുവ എന്ന ലിസ്റ്റിൽ പെടുത്താവുന്നതാണ്. അതിനെ വെടിവെക്കാനുള്ള ഉത്തരവ് അല്പസമയം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. കൂട് സ്ഥാപിച്ചു. അതീവ ജാഗ്രതയിൽ ആ മേഖല തുടരുകയാണ്. രാത്രിയിൽ എന്തൊക്കെ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകും സുർജിത്ത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നോർത്തേൺ CCF KS ദീപ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DFO മാർട്ടിൻ ഡോവലും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് വയനാട് സൗത്ത് ഡിവിഷന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗത്തു നിന്നും, അതായത് വൈൽഡ് ലൈഫ് ഡിവിഷന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ഉദ്യോഗസ്ഥരെ RRT ടീമിനെ ഉൾപ്പെടെ നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂട് ഉച്ചയ്ക്ക് ശേഷം കൂടും ആ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വെടിവെച്ച് കൊല്ലാം എന്നുള്ള ഉത്തരവ് അല്പസമയം മുമ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ആ നടപടിയിലേക്ക് കടക്കുന്നു വനംവകുപ്പ് എന്നുള്ളതാണ്. ഇന്ന് രാത്രി തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വനമേഖലയാണ്. ഇടതൂർന്ന വനമാണ്. സ്വാഭാവികമായും ആ വനമേഖലയിൽ കടുവയുടെ സാന്നിധ്യം അറിയാൻ അത് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല തേയിലക്കാടുകളും ഒപ്പം തന്നെ ഈ കാപ്പിത്തോട്ടങ്ങളും ഉള്ള പ്രദേശമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ തെർമൽ നിരീക്ഷണം നടത്തിയാൽ പോലും ഈ കടുവ ഈ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഇത് വ്യക്തത കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് വനംവകുപ്പ് തന്നെ പറയുന്നുണ്ട്. എന്തായാലും കൂട്ടിൽ കടുവ കയറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം കടുവ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ആ മേഖലയിലേക്ക് എത്തി. അവിടെ നമ്മൾ എത്തുന്ന ഈ രാധയുടെ മൃതദേഹം കിടന്നിരുന്ന ആ പ്രദേശം, അതിനടുത്തുള്ള പ്രദേശം, അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പ്രദേശത്തേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഈ 3 പേർ, അതായത് ഈ കടുവയെ നേരിട്ട് വീണ്ടും കണ്ട 3 പേർ നമ്മുടെ ക്യാമറയിലേക്കാണ് അവർ ഓടിയെത്തുന്നത്. അവർ നമ്മളോട് കൃത്യമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. കടുവ എഴുന്നേറ്റു, ഇവരുടെ ചലനം കണ്ട് കടുവ എഴുന്നേറ്റു. അത് നിന്ന ശേഷം ഒന്ന് ശരീരം കുടഞ്ഞു. അപ്പോൾ ഇവർ ഓടി മാറി താഴേക്ക് വന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിയിക്കുകയായിരുന്നു. ആ സമയം തന്നെ തണ്ടർബോൾട്ട് സംഘവും വനംവകുപ്പ് സംഘവും ഈ കാടിന്റെ ആ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് കടുവയാണ് ഇതെന്ന് തിരിച്ചറിയാൻ സ്വാഭാവികമായും ഈ ക്യാമറ ട്രാപ്പിലെ ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടി വരും. നാളെ രാവിലെ 6 മണിയോട് കൂടി തന്നെ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല 4 ലൈവ് ക്യാമറകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ലൈവ് ക്യാമറയിലുള്ള വിഷ്വൽസ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ബേസ് ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഉള്ളത്. ഇനി നാളെ നടക്കാൻ പോകുന്ന നടപടി എന്ന് പറയുന്നത് സ്വാഭാവികമായ ഇത്തരത്തിലുള്ള തിരച്ചിലിലേക്ക് തന്നെ വനംവകുപ്പ് എത്താനുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. കൂടുതൽ RRT സംഘം എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ അജേഷ് മോഹൻദാസ്, വെറ്റിനറി ഓഫീസറായിട്ടുള്ള അജേഷ് മോഹൻദാസ് എത്തിയിട്ടുണ്ട്. ചീഫ് വെറ്റിനറി ഓഫീസറായിട്ടുള്ള അരുൺ സക്കറിയ നാളെ രാവിലെയോടുകൂടി ഈ സംഘത്തിന്റെ ഭാഗമായി, ഈ ദൗത്യത്തിന്റെ ഭാഗമായി എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെയാണ് രാധയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനുശേഷം 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇന്ന് തന്നെ OR കേളു വീട്ടിലെത്തി ധനസഹായം ഉൾപ്പെടെ കൈമാറുന്ന നടപടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടം എന്നുള്ളതിൽ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. ഇനി ബാക്കി തുക, അതായത് 6 ലക്ഷം രൂപ കൂടി അടുത്ത ദിവസം തന്നെ വേഗത്തിൽ തന്നെ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. രാധയുടെ ഭർത്താവ് അച്ചപ്പൻ വനംവകുപ്പിലെ താൽക്കാലിക വാച്ചറാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ബൈക്കിലാണ് ഈ രാധയെ ആ മേഖലയിലേക്ക് കൊണ്ടുചെന്ന് ആക്കുന്നത്. ആ കൊണ്ടുചെന്ന് ആക്കിയ ശേഷം മടങ്ങിയെത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കടുവാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹം യൂണിഫോം
ഇടാൻ വേണ്ടി വീട്ടിൽ പോയി യൂണിഫോം ധരിച്ചുകൊണ്ട് വേഗത്തിൽ ഈ സ്ഥലത്തേക്ക് എത്തുകയാണ്. ആ സ്ഥലത്തേക്ക് എത്തിയ ഘട്ടത്തിലാണ് ഇത് സ്വന്തം ഭാര്യയാണ് മരിച്ചു കിടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ബോധമറ്റ് വീഴുന്ന ആ ഒരു കാഴ്ച, അത്രയധികം നൊമ്പരമുണ്ടാക്കുന്ന കാഴ്ച കണ്ട നാട്ടുകാർ നമ്മളോട് ആ വിവരം കൂടി പങ്കുവച്ചിരുന്നു. എന്തായാലും വനം വകുപ്പ് ഈ കടുവയെ ഒന്നുകിൽ പിടികൂടും അല്ലെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലും. ആ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് കൂടി ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ആ നടപടിയിലേക്ക് തന്നെയാണ് വനം വകുപ്പ് കടക്കാൻ വേണ്ടി പോകുന്നത് എന്ന് വലിയ രീതിയിലുള്ള ഇപ്പോൾ വന്ന ഉത്തരവിൽ അത് കൂടുവെച്ചോ മയക്കുവെടി വെച്ചോ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ കടുവയെ വെടിവെച്ച് കൊല്ലാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ ഉത്തരവ്. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ SOP കർശനമായി പാലിച്ചാകണം നടപടികൾ എന്നുകൂടി ആ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ തുടർ നടപടിയിലേക്ക് വളരെ വേഗത്തിൽ കടക്കുകയാണ് വനം വകുപ്പ്.